ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ഓഫ് JP. ഇന്നൊരു ഫണ്ണി വീഡിയോ ആണ് കേട്ടോ. ബീഫ് റിബ്സും അൽഫാമും പല ഭക്ഷണ സാധനങ്ങളും നിറഞ്ഞ ഒരു വലിയ ഫീസ്റ്റ് ലക്ഷ്യം വെച്ച് ഞങ്ങൾ ചില ഗൂഢമായ ചർച്ചകൾക്കൊടുവിൽ കാന്താരി അൽഫാം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. മണിമാളികകളും സൗധങ്ങളും നിറഞ്ഞ നഗരവീഥിയിലൂടെ ഓട്ടോയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ആദ്യം എത്തിയത് ഇറ ഹോട്ടലിന് മുന്നിലായിരുന്നു. അവിടെ കണ്ട വെളുത്ത വർഗ്ഗക്കാർ ഞങ്ങളെ ഒരു നിമിഷം യൂറോപ്യൻ കൺട്രിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചു. അവിടെ വെച്ച് ഒരു ശ്വാന നിരീക്ഷണം നടത്തിയതിന് ശേഷം കസേരകളൊന്നുമില്ലാത്തതിനാൽ വേദനയോടെ വിടവാങ്ങി. സമയം 1:45. പിന്നീട് യൂറോപ്യൻ നഗരങ്ങളിലെ പഞ്ചവർണ്ണ ഹോട്ടലുകളോട് കിടപിടിക്കത്തക്കവണ്ണമുള്ള ഒരു ബിൽഡിംഗ് സമുച്ചയത്തിന് മുന്നിൽ ഞങ്ങൾ എത്തപ്പെട്ടു. കഫേ മന്നാര. സമയം 2 മണി. ചുട്ടുപൊള്ളുന്ന വെയിൽ ഞങ്ങളെ സൊമാലിയൻ ജീവിത പരിവേഷത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യം ഞങ്ങളെ വാഷ്റൂമിലേക്കും ഡൈനിങ് ടേബിളിലേക്കും യാന്ത്രികമായി എത്തിച്ചു. കിട്ടിയ ടേബിളിൽ സ്ഥാനം പിടിച്ചെങ്കിലും ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയില്ല. വെയിറ്ററിൻ്റെ സാന്നിധ്യം പോലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങിങ്ങായിരിക്കുന്നവരുടെ പ്ലേറ്റിലേക്ക് കണ്ണോടിച്ചെങ്കിലും ഒന്നും കാണാനായില്ല. സമയം 2:15. വിശപ്പ് മനസ്സിനെയും വയറിനെയും കാർന്നു നിന്നുകൊണ്ടിരുന്നു. ഈ തിരക്കുകൾക്കിടയിലും ക്യാമറയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്ന ഞങ്ങളുടെ ക്യാമറമാനെയും കാണാം. വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ചിലർ വിലവിവരപ്പട്ടിക വായിക്കുകയും മറ്റു ചിലർ വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വേറെ ചിലർ അഭയാർത്ഥി ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കത്തക്കവണ്ണം ആംഗ്യങ്ങൾ കാട്ടുകയും മറ്റു ചിലർ ടേബിളിൽ ആരോ ബാക്കി വെച്ച സോസും സലാഡും കഴിച്ച് വിശപ്പടക്കുന്നുമുണ്ടായിരുന്നു. ഞങ്ങൾ പെൺകുട്ടികൾ ഈ സമയത്ത് ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. സമയം 2:30. വിശപ്പ് കണ്ണിനെ അന്ധമാക്കുന്നുണ്ടായിരുന്നു. വിലവിവര പട്ടികയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ഞാൻ ആരോടുമില്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എവിടെ നിന്നോ കറുത്ത പാത്രങ്ങൾ ഞങ്ങളുടെ ടേബിളിലേക്ക് ഒഴുകി വന്നു. കൂട്ടത്തിൽ കാന്താരി അൽഫാമിൻ്റെയും പെരി അൽഫാമിൻ്റെയും വെജിറ്റബിൾ ബിരിയാണിയുടെയും താലങ്ങളും. വിശപ്പ് മനസ്സിനെ അന്ധമാക്കിയ രണ്ടുപേർ അതിൻ്റെ സെർവിങ് ക്രിയാത്മകമായി ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ക്രിയാത്മകത വിശപ്പിന് വഴിമാറിയപ്പോൾ ചിലരുടെ കൈകൾ പ്ലേറ്റിലേക്ക് വഴുതി വീണു. പിന്നീട് നടന്നത് ചരിത്രം. കാന്താരി നാവിനെയും വയറിനെയും പിടിച്ചുലച്ചു. കണ്ണിൽ നിന്നും നാവിൽ നിന്നും തീ പാറുകയും മൂക്കിൽ നിന്ന് ജലസ്രോതസ്സും ഉണ്ടാവുകയും ചെയ്തു. ചിലർ നാവ് സെവനപ്പിൽ മുക്കിയിടുകയും മറ്റു ചിലർ വീശുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താനുള്ള ത്രാണി ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് എൻ്റെ കാതുകളിൽ വെയിറ്ററുടെ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. നല്ല എരിവുണ്ടായിരുന്നോ എന്ന്. കൈ കഴുകി വന്ന ഞാൻ ഒരു തവണ പുറകോട്ട് നോക്കി നെടുവീർപ്പെട്ടു. കാശ്മീർ യുദ്ധഭൂമിയെ അനുസ്മരിക്കത്തക്കവണ്ണം മാറിപ്പോയിരുന്നു ആ ടേബിളിൻ്റെ മുകൾ ഭാഗം. കൂട്ടത്തിൽ സുന്ദരന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച 2 യുവാക്കൾ ക്യാമറയുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. ചില്ലുഭരണികളിൽ പല കളറിൽ കാണപ്പെട്ട ലഡുവും ജിലേബിയും ഞങ്ങളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒഴിഞ്ഞ കീശ ഞങ്ങളെ അതിനനുവദിച്ചില്ല. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limits.